നമസ്കാരം. ജനാധിപത്യത്തിലെ രസകരമായ കിറുക്കുകളുമായി ഡെമോക്രേസി തുടങ്ങുന്നു. ഇതാണ് യഥാർത്ഥ ജനാധിപത്യം. ഒട്ടും ക്രേസിയാവാതെ, ഒട്ടും കിറുക്കില്ലാതെ നിയമസഭയിലെ എല്ലാവരും കുഞ്ഞാടുകളായ ദിവസം. മുട്ടനാടുകളെപ്പോലെ പോരടിച്ച് ചോര വീഴ്ത്തിയിരുന്നവരെല്ലാം നല്ല ശമരിയക്കാരായി സഹകരണത്തിൻ്റെ പാലും കുടിച്ച് പിരിഞ്ഞ ദിവസം. VS-ഉം ഉമ്മൻചാണ്ടിയും വാക്കുകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച് നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച ശാന്തി ദിനം. സുധീരൻ കാരണവരുടെ വിലക്കൊക്കെ ഭേദിച്ച് സഭയിൽ ഇരുമുന്നണികളും പ്രണയിച്ച ദിവസം. അപ്പോൾ തുടങ്ങാം നിയമസഭാ സ്നേഹക്കൂടാരമായതിൻ്റെ ശാന്തതയിൽ ഇന്നത്തെ പ്രധാന പുലിവാലുകൾ. സഭയിൽ സഹകരിക്കാൻ സമാധാനത്തിൻ്റെ കുഞ്ഞാടുകൾ. ശക്തിയായി പ്രതിഷേധം പ്രകടിപ്പിക്കാൻ നിയമസഭയുടെ ഒരു സമ്മേളനം തന്നെ വിളിച്ചു കൂട്ടിയ നടപടിയെ ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. വെരി ഗുഡ്. അത് തന്നെ ഞാൻ പറഞ്ഞു. ഏകാന്തപതികനായി രാജേട്ടൻ. സഭയിൽ UDF LDF സഹകരണ താലികെട്ട്. പുറത്ത് സുധീരൻ കാരണവരുടെ പാലുകാച്ചൽ. കോൺഗ്രസിന് സമരം നടത്താൻ, UDF-ന് സമരം നടത്താൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. സഭയിൽ വെള്ളി നക്ഷത്രമായി മണിയാശാൻ മന്ത്രിയായി. മരണദിനത്തിന്റെ മണി മുഴങ്ങി തുടങ്ങിയെന്ന് പരാജിതൻ. MM മണി ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള ഇന്നിപ്പോ സത്യപ്രതിജ്ഞ ചെയ്തു. നിങ്ങൾ എന്താ രാജ്ഭവനിൽ പോകാഞ്ഞത്? മനസ്സല്ലായിട്ട്. പ്രസംഗവേദിയിൽ കാലുകയറ്റിയിരുന്ന സുധീരൻജിക്ക് ഹരിത MLA-യുടെ കണ്ണേറ്. കാലുവാരൽ സൂക്ഷിക്കണമെന്ന് വ്യംഗ്യം. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ മുണ്ടില്ല. ശബരിമലയിൽ തങ്കസൂര്യോദയം എന്നതുപോലെ നിയമസഭയിൽ ശാന്തിയുടെ സൂര്യൻ ഉദിച്ച ദിവസം. പ്രതിപക്ഷവും ഭരണപക്ഷവും സഹകരിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ധാരാളമുണ്ടായിട്ടും അപ്പോഴൊക്കെ വേലിക്കപ്പുറത്തും ഇപ്പുറത്തു നിന്ന് വഴക്കടിച്ചിരുന്നവർ സഹകരണ പ്രശ്നത്തിൽ സഹകരണത്തിൻ്റെ അങ്ങേയറ്റം കാണിച്ച ദിവസം. ഒന്ന് സഹകരിച്ചുകൂടെ എന്ന ചോദ്യം ചിലപ്പോഴൊക്കെ അശ്ലീലമാവും. ഇണക്കമില്ലാത്ത മുന്നണികളാവുമ്പോൾ പ്രത്യേകിച്ചും. സഹകരിച്ചു കൊടുത്താൽ ഉണ്ടാകാൻ പോകുന്നത് അരാഷ്ട്രീയത്തിൻ്റെ കുഞ്ഞായിരിക്കുമെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് നിയമസഭയ്ക്ക് പുറത്തുനിന്ന് സുധീരൻ കാരണവർ ആവത് പറഞ്ഞു നോക്കി വേണ്ടാത്ത പണിക്ക് പോകല്ലേ എന്ന്. പക്ഷേ സഹകരണം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ കണ്ണും മൂക്കും നോക്കില്ലല്ലോ. അതുകൊണ്ട് സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള മോദിയുടെ നീക്കത്തിനെതിരെ പ്രത്യേക നിയമസഭാ സമ്മേളനം നടന്നപ്പോൾ കണ്ടത് സഹകരണം തലയ്ക്ക് പിടിച്ച കുഞ്ഞാടുകളെ. ആദ്യം നമ്മൾക്ക് കുഞ്ഞാടുകൾക്ക് ദേശസ്നേഹമുണ്ടാകാൻ ധനമന്ത്രിയുടെ കാവ്യാലാപനത്തോടെ തുടങ്ങാം. കേരളമെന്ന് കേട്ടാൽ തിളക്കണം ഞരമ്പുകളിൽ രക്തം. ഭാരമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം. രണ്ടുമുണ്ട് സർ രാജ്യസ്നേഹത്തിൽ, രണ്ടുമുണ്ട് ദേശീയതയിൽ. ദേശസ്നേഹം ഉണർത്തി രക്തയോട്ടം വർദ്ധിപ്പിച്ച സ്ഥിതിക്ക് ഇനി സർക്കാരിനും സ്പീക്കറിനും പ്രതിപക്ഷത്തിന്റെ പിന്താങ്ങൽ. സഹകരണ മേഖലയെക്കുറിച്ച് മന്ത്രി ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുക. അപ്പോൾ രാജേട്ടനെ സാക്ഷിയാക്കി പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും സംയുക്ത സഹകരണം തുടങ്ങാം. ആദ്യം നോട്ടില്ലാ കാലത്തെ BJP-യുടെ കല്യാണരാമനെതിരെ ഒരു സംയുക്ത താങ്ങ്. ഇവിടെ കല്യാണം നടത്താൻ പണം ശേഖരിച്ചു വെച്ചവർക്ക് ആ പണം ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. എന്നിട്ട് 500 കോടി രൂപയുടെ വിവാഹ ധൂർത്താണ് നടക്കുന്നത്. ഇനി പരിസ്ഥിതി സ്നേഹം. ഹരിത MLA-മാരെയും VS സുനിൽകുമാറിനെയും രോമാഞ്ചമണിയിച്ച് നെൽപ്പാടങ്ങൾക്ക് വേണ്ടി വിലാപം. ഇതിപ്പോ കൃഷി ഇറക്കേണ്ട സമയ. കർഷകന്റെ പണമില്ല, വിത്ത് വാങ്ങാൻ സാധിക്കുന്നില്ല. വരൾച്ച കൊണ്ട് തന്നെ കഴിഞ്ഞ 2 കൊല്ലമായി ബുദ്ധിമുട്ടുന്ന കർഷകർ ഈ വർഷം അതിനെയൊക്കെ മറികടക്കുന്ന വരൾച്ച എന്ന് പറഞ്ഞ് ഭയന്ന് കഴിയുന്ന കർഷകർ. അവസാനം എൻ്റെ വിജയേട്ട രക്ഷിക്കണം, ഉറപ്പ് തരണം, സഹകരിച്ച് കാക്കണം എന്ന അപേക്ഷ. സഹകരണ മേഖലയിലെ പണം സുരക്ഷിതമാണ്, നമ്മൾ തിരിച്ചു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറച്ച തീരുമാനമെടുക്കണം എന്നുള്ള അഭിപ്രായമാണ്. ഇനി ലക്ഷണശാസ്ത്രവും കളറിളകുന്ന നോട്ടുകളുടെ വർണ്ണകഥകളുമായി മുനീർ കൈയുടെ നവസാമൂഹ്യ മാധ്യമ പാഠാവലി. നല്ല ലക്ഷണമാണ് ഈ സഭയിൽ ഇപ്പോൾ കാണുന്നത്. ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, ഈ സർക്കാരിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ തന്നെ 2000 രൂപയെന്ന് കളർ ഇളകുകയാണ്. അദ്ദേഹം പറയുന്നത് ടെർബോ ഇലക്ട്രിക് ഇഫക്റ്റ് കൊണ്ട് നമ്മളുടെ വെള്ള ഷർട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ പിങ്ക് കളർ ഇതിൽ വരും. കളർ ഇളകുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഇത് തന്നെയാണ്, ഇത് നല്ല നോട്ടാണ്, ഫേക്ക് അല്ല എന്നതിന്റെ തെളിവ് ഇന്ത്യയിലെ നോട്ടിന്റെ കളർ ഇളകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിന്റെ മുന്നിൽ കളർ ഇളകുന്ന നോട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഖ്യാതി കൂടി ഇനി ഇന്ത്യക്ക് കിട്ടാൻ പോവാണ്. ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ ഇപ്പോൾ ഈ അടുത്ത ഒരാൾ പണത്തിന് ചെന്നപ്പോൾ അദ്ദേഹത്തിന് മുഴുവൻ ചില്ലറ പൈസ കൊടുത്തിരിക്കുന്നത്.
20,000 രൂപയ്ക്ക് മുഴുവൻ 10 രൂപയുടെ ചില്ലറ വീട്ടിലെത്തി നോക്കുമ്പോൾ അതിൽ 10 രൂപ അടിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പൈസ ഇനി വേണമെങ്കിൽ 2,000 ആയിട്ട് ഉപയോഗിക്കാം, 20,000 ആയിട്ട് ഉപയോഗിക്കാം, ഏത് സംഖ്യയായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഈ രാജ്യത്ത് ഇതുപോലെ ഒരു അവസ്ഥ, അരാജകത്വം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഇതാ ഈ നോട്ടില് മോഡിക്ക് പിന്നെ നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പ് ഇറങ്ങിയിരിക്കുന്നു. ആ ആപ്പ് 2000 അല്ലെങ്കിൽ 500 നോട്ടിന്റെ നേരെ വെച്ച് കഴിഞ്ഞാൽ മോഡി പ്രസംഗിക്കുക. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കറൻസിയുടെ മുകളിൽ ഒരു ആപ്പ് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ എല്ലാ വർഗീയ പ്രസംഗങ്ങളും നമ്മുടെ കറൻസിയുടെ ചെലവിൽ പ്രസംഗിച്ച് തീർക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഫാഷിസ്റ്റ് വിരുദ്ധ ശക്തികൾക്ക് ഒന്നായി എടുക്കാനുള്ള നിലപാട്. മുനീറിനോട് നിയമസഭയിലെ ആരും തിരിച്ചു ചോദിക്കുകയോ തിരുത്തു കൊടുക്കുകയോ ചെയ്തില്ല. ആപ്പിൻ്റെ കാര്യത്തിൽ ആർക്ക് വേണമെങ്കിലും എന്തും ചിത്രീകരിച്ച് ഇതേ നോട്ടുകളുടെ മേൽ ആപ്പ് വൽക്കരിച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വീഡിയോകൾ കാണിക്കാമെന്നത്. അത് പോകട്ടെ, മിക്കവാറും MLA-മാർ ഇപ്പോഴും മോദിയോളം ടെക്കിയായിട്ടില്ലല്ലോ. സഹകരണ സൗഹാർദ്ദ യോഗത്തിൽ ഇനി പഴയ കൃഷിമന്ത്രിയുടെ ഒരു കഥയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം KSRTC സഞ്ചരിച്ചു. 2,000 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കൊടുത്തിട്ട് ആ കണ്ടക്ടർ ഞാനായതുകൊണ്ടായിരിക്കും തിരുവനന്തപുരത്തുനിന്ന് ലോ ഫ്ലോറിൽ എറണാകുളത്ത് ചെന്നതിന് ശേഷമാണ് ബാക്കി ചില്ലറ തന്നത്. അപ്പോൾ പാവപ്പെട്ടവരുടെ സ്ഥിതി എന്തായിരിക്കും സാർ? 2,000 രൂപ നോട്ടെന്ന് പറയുന്നത് വെള്ളം അല്ലെ, ലോ ഫ്ലോറിൽ പൈസ കൊടുക്കണം, സൗജന്യമാക്കുന്ന വേറെ പ്രശ്നം. അങ്ങനെ ഒരു കള്ളി വെളിപ്പെട്ടു. നോട്ടുകൾ കിട്ടാനില്ലെങ്കിലും MLA-മാർ AC ലോ ഫ്ലോർ ബസ്സുകളിൽ നല്ല സുഖ സൗജന്യ യാത്രയിലാണ് എന്ന കാര്യം. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ സാർ, സാധാരണ മനുഷ്യന്റെ നിത്യജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനത്തിൽ 500,000 രൂപ നോട്ട് പിൻവലിച്ചിട്ട് 2,000 കൊടുത്താൽ അതിന്റെ അർത്ഥം 500,000 രൂപ നോട്ട് പിൻവലിക്കുന്നത് പോലെ തന്നെയാണ് സാർ. സാർ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 20 രൂപ നോട്ടാണ്. ഈ 20 രൂപ നോട്ടിൽ ഒരു എഴുത്തുണ്ട് സാർ, ഐ പ്രോമിസ് ഇറ്റ് ടു പേ ദ ബിയറർ ഇത് സം ഓഫ് 20 റുപ്പീസ്. ഇത് നമുക്ക് തരുന്ന ഈ കടലാസിൽ റിസർവ് ബാങ്ക് ഗവർണറാണ് ഈ കടലാസിന് 20 രൂപ വിലയുണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 500 രൂപയിലും 1000 രൂപയിലുമെല്ലാം റിസർവ് ബാങ്ക് ഗവർണറുടെ ഈ പ്രോമിസ് ഉണ്ട്. ആ നോട്ടിന് വിലയില്ലാതായാൽ, ആ നോട്ട് അസാധുവാക്കിയാൽ പകരം മൂല്യമുള്ള അത്രയും ഒന്ന് കൊടുക്കാൻ റിസർവ് ബാങ്ക് ഗവർണർ ആ രാത്രിയിൽ ബാധ്യസ്ഥനാണ്. ഇനി സഹകരണ മേഖലയെക്കുറിച്ച് 4 വാക്യങ്ങൾ പറയാൻ ആരെങ്കിലും പറഞ്ഞാൽ ഏതുറക്കത്തിലും എഴുന്നേറ്റ് പറയാവുന്ന മുല്ലക്കര വാക്യങ്ങൾ. സഹകരണ മേഖല നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സങ്കടങ്ങൾക്കുള്ള പരിഹാരമാണ്, നമ്മുടെ ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന അഭയമാണ്, നമ്മുടെ കൊച്ചു കൊച്ചാവശ്യങ്ങൾ നിർവഹിച്ചു തരുന്ന നമ്മുടെ ഒരു ദൈവസങ്കല്പം ഉള്ളവർക്ക് ആ സങ്കല്പം പോലെ തന്നെ പ്രധാനമാണ്. അതിനെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും ചെറുക്കാനുള്ള ഈ സഭയുടെ ഒന്നാകെയുള്ള അഭ്യർത്ഥനയിൽ ശക്തമായി പങ്കുചേരുകയാണ് സാർ. ഇതെല്ലാം കേട്ടപ്പോഴാണ് അമ്മ എനിക്ക് എല്ലാ ദിവസവും കാച്ചിയ പാൽ തരും, പാൽ കുടിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമമാവും എന്ന പഴയ പാഠാവലിക്ക് നോട്ട് ക്ഷാമത്തിൻ്റെ ഈ കാലത്ത് തിരുത്തു വരുത്തണമെന്ന് നമ്മുടെ കുഞ്ഞാപ്പയ്ക്ക് തോന്നലുണ്ടായത്. നിങ്ങൾ എനിക്കൊരു 50 ദിവസം തരൂ, ഞാനൊക്കെ ശരിയാക്കി തരാം എന്നാണ് പ്രധാനമന്ത്രി. 50 ദിവസം വെള്ളം കുടിക്കാതെ മനുഷ്യനിരിക്കാൻ കഴിയുമോ? 50 ദിവസം പട്ടിണി കിടന്ന് 50 ദിവസം വെള്ളം നനക്കാതെ ഇരുന്ന ഇവിടുത്തെ നെൽപ്പാടങ്ങൾ ഉണങ്ങിപ്പോകൂലേ ഇന്ത്യയിലെ? അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് 50 ദിവസം തീറ്റ കൊടുക്കാൻ ഞാൻ നമ്മുടെ പശു പിന്നെ ഉണ്ടാവോ? പശുവിനെ കൊല്ലാൻ പാടില്ല, പക്ഷെ 50 കൊല്ലം തീറ്റ കൊടുക്കാൻ അത് നിൽക്കുവോ? 50 days അല്ല 50 ദിവസം അതെ ഗോമാത നിൽക്കൂലല്ലോ, അതല്ലേ പ്രശ്നം. പക്ഷേ ഈ സഹകരണ വാലന്റൈൻ ദിനം നിയമസഭയിൽ VS-ഉം ഉമ്മൻചാണ്ടിയും പിണറായിയും ചെന്നിത്തലയും ഒരേ മനസ്സായി ആഘോഷിച്ചപ്പോൾ പുറത്ത് ശുദ്ധനായ ഗാന്ധിയൻ കോൺഗ്രസ് നേതാവ് സുധീരൻ പാല് കാച്ചുകയായിരുന്നു. സഭയ്ക്കകത്ത് വാതിലൊക്കെ അടച്ച് കൈമയും മറന്ന് നടത്തുന്ന സഹകരണം നല്ലതല്ല എന്ന് ഓർമ്മിപ്പിച്ചുള്ള വാക്കുകാച്ചൽ. കോൺഗ്രസിന് സമരം നടത്താൻ, UDF-ന് സമരം നടത്താൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ അതിശക്തമായി തന്നെ നമുക്ക് മുന്നോട്ട് പോയി പോരാടേണ്ടി വരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ,
ബഹുമാനായ മുഖ്യമന്ത്രി പോയി കണ്ടു, ധനകാര്യമന്ത്രി പോയി കണ്ടു, എന്നിട്ടും മാറ്റമില്ല. AK ആന്റണിയുടെ നേതൃത്വത്തിൽ ധനകാര്യമന്ത്രിയെ പോയി കണ്ടു, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇനിയും നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകാം. കേന്ദ്രത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. BJPയുടെ ശൈലിയും CPMന്റെ ശൈലിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. നരേന്ദ്രമോദി കേരളത്തിൽ ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ നോക്കുമ്പോൾ കയ്യിൽ കിട്ടിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളെ പിടിച്ചെടുക്കാനാണ് CPM നോക്കുന്നത്. രാജ്യത്തെ 133 കോടി ജനങ്ങളെ സാമ്പത്തിക ബന്ദികളാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ശക്തിയായി പ്രതിഷേധം പ്രകടിപ്പിക്കാൻ നിയമസഭയുടെ ഒരു സമ്മേളനം തന്നെ വിളിച്ചുകൂട്ടിയ നടപടിയെ ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെ ഞാൻ പറഞ്ഞത്. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി, സഹകരണ പ്രസ്ഥാനത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന CPM, രണ്ടുപേരുടെയും ശൈലി ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, വളരെ സ്നേഹപൂർവ്വം തന്നെ അവരോട് പറഞ്ഞത്, BJPയുടെ ശൈലി CPM കേരളത്തിൽ ഉപേക്ഷിക്കണം. നമുക്ക് കേരളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കേരളം എന്ന നിലയിൽ ഈ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് പോകാൻ പറ്റും. ജനങ്ങളുടെ ഈ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് നീങ്ങണമെന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം ഇരുഭാഗത്തു നിന്നും എടുത്തു. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സഹകരണ പ്രസ്ഥാനത്തെ മോഡി ശൈലിയിൽ നിന്നും മാർക്സിസ്റ്റ് ശൈലിയിൽ നിന്നും, രണ്ടും ഒരേ ശൈലിയാണ്, ആ ശൈലിയിൽ നിന്നും രക്ഷിച്ച് ഈ പിടിച്ചെടുക്കൽ, ജില്ലാ ബാങ്കുകളെ പിരിച്ചുവിടാൻ, മത്സ്യഫെഡിനെ പിരിച്ചുവിടാൻ, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിൽ നിന്നും എത്രയും വേഗം അവർ പിന്തിരിയണം. ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നയിക്കുന്ന UDFനെ സംബന്ധിച്ചിടത്തോളം ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് ഏത് പ്രശ്നമായാലും സമരരംഗത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സ്വന്തം ശക്തിയിൽ നിന്നുകൊണ്ട് തന്നെ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ട, മുന്നണിക്ക് പുറത്തുള്ള ഒരാളെ ആശ്രയിക്കേണ്ട ഒരാവശ്യം ഇപ്പോഴില്ല എന്നുള്ളത് കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിയമസഭയിൽ പ്രത്യേക സമ്മേളനം ചേർന്ന് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കൈകോർത്ത അതേ ദിവസം അതേ സമയം തന്നെയാണ് തൃശ്ശൂരിൽ സഹകരണ വിരുദ്ധനായി വാഴ്ത്തപ്പെട്ട സുധീരൻ സഹകരണ വിരുദ്ധ പ്രസംഗം നടത്തിയത്. ഇങ്ങനെ സഹകരണം തുടർന്നാൽ വേട്ടക്കാരനായ LDFനെതിരെ ഇതുവരെ കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന പീഡനങ്ങളുടെയൊക്കെ ഭാരം UDFും ചുമക്കേണ്ടി വരില്ലേ എന്നാണ് അകത്ത് അഭിരമിക്കുന്നവരോടുള്ള സുധീരന്റെ ചോദ്യം. ഇടതുമുന്നണി കേരളത്തിൽ അധികാരത്തിൽ തുടരുമ്പോൾ സർക്കാരിനെ നയിക്കുന്ന മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട പ്രധാന പ്രവർത്തകർ ഉൾപ്പെട്ട ഈ പീഡന സംഭവത്തിൽ CPMന്റെ നിലപാടെന്ത്, CPM നയിക്കുന്ന സർക്കാരിന്റെ നിലപാടെന്ത് എന്ന് കേരളം ഗൗരവത്തോടുകൂടി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ സർക്കാർ ആരുടെ കൂടെ? ഇരയോടൊപ്പമോ വേട്ടക്കാരനോടൊപ്പമോ? ഈ സർക്കാർ വേട്ടക്കാരനോടൊപ്പമാണ്. അപ്പോൾ സുധീരൻജിയുടെ വാക്കുകൾ പ്രകാരം വേട്ടക്കാർക്കൊപ്പമാണ് സഭയ്ക്കകത്ത് പാവം ഇരയുടെ പക്ഷക്കാരായ UDF സാമാജികർ സഹകരിച്ചത്. അതിന് നോട്ടിനെ കരുവാക്കിയെന്ന് മാത്രം. ഇത് നേരാവണ്ണം പറയാൻ പറ്റാത്തതുകൊണ്ട് തൃശൂർ DCC പ്രസിഡന്റ് PA മാധവനെ സുധീരൻജി കൂട്ടുപിടിച്ചു. വടക്കാഞ്ചേരി സംഭവം, വീട്ടിലിരുന്ന ഒരു സഹോദരിയെ വിളിച്ച് സ്വന്തം ഭർത്താവ് അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞ് ചതിച്ച് വിളിച്ചു വരുത്തി കാറിൽ കയറ്റി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് 4 ശക്തന്മാരായ DYFI സുഹൃത്തുക്കൾ ആ കാറിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. ആ ബലാത്സംഗത്തിന് വിധേയമാകുന്ന രംഗം അതീവ ക്രൂരമായി അത് പിക്ചറൈസ്, അത് പടമെടുത്ത് വീഡിയോ എടുത്ത് അത് 2-2.5 കൊല്ലക്കാലം ഉപയോഗിച്ച് ആ സഹോദരിയെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച ഒരു സംഭവം ഗതിയില്ലാതെ എല്ലാ പീഡനങ്ങൾക്കും വഴങ്ങേണ്ടി വന്നപ്പോൾ ഉണ്ടായ ദുർഗതിയിൽ നിന്ന്
കേരളത്തിലെ ഒരു സാമൂഹ്യ പ്രവർത്തക ഇത് മനസ്സിലാക്കി ഭാഗ്യലക്ഷ്മിയും കൈരളി ചാനലിന്റെ അവതാരക കൂടിയായിട്ട് ഈ പാർവതിയും കൂടി ഈ വിഷയം ബഹുജന ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങളിലൂടെ കൊണ്ടുവരിക. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആദ്യം വളരെ പ്രതികൾക്കെതിരായി ഇരയ്ക്കനുകൂലമായി ഈ സംഭവത്തിൽ നീതി കിട്ടുമെന്ന് ഉറപ്പുവരാവുന്ന രീതിയിൽ പ്രതികരിച്ചെങ്കിലും ഇരയെ കാണാൻ, പരാതി കേൾക്കാൻ, എന്താണ് സങ്കടമെന്ന് അന്വേഷിച്ച് ഒരു വാക്ക് പറയുന്നത് കേൾക്കാൻ ചെവി കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായില്ല. മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് പ്രതി തിരുവനന്തപുരത്ത് പോയി നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന് ഉൾപ്പെടെയുള്ള നിവേദനം കൊടുത്തപ്പോൾ അത് വാങ്ങാനും പ്രതിയെ കാണാനും ഒക്കെ മുഖ്യമന്ത്രി തയ്യാറായി. ഞാൻ ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനോട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ 8-ാം തീയതി മുതലുണ്ടായ കറൻസി മാറ്റത്തിന്റെ വലിയ കോളിളക്കത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ മറവിൽ ഈ ഭീകരമായ സംഭവം തണുത്തുറഞ്ഞു പൊയ്ക്കൊള്ളും എന്ന സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മനസ്സിൽ. ഇത് തേച്ചു മാറ്റി കളയാൻ പറ്റിയ അവസരമാണ് എന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് നടപടികളിലേക്ക് പോലും പോകാതെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരണവും പിണറായി സർക്കാരും ഇത്തരത്തിലുള്ളൊരു സമീപനമെടുക്കും. പക്ഷേ മാധവേട്ടൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം നിയമസഭയിൽ തൻ്റെ പാർട്ടിയിലെ നേതാക്കൾ വേട്ടക്കാരുടെ കൂടെ സഹകരിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ടാണോ എന്നറിയില്ല, ഗാന്ധിയനായ സുധീരൻ ജി കാലിന്മേൽ കാലും കയറ്റി വെച്ച് ഗൗരവത്തിലാണ് ഇരുന്നത്. ശബരിമലയിൽ ചെരുപ്പിട്ട് കയറുന്നത് പോലെ പാപമാണ് വേദിയിൽ കാല് കയറ്റി വെക്കൽ എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ഹരിതവാദിയായ MLAയുടെ കഥകളി വേണ്ടി വന്നു സുധീരൻ ജിയെ വിലക്കാൻ. ആ കഥകളി ഇടവേളയ്ക്ക് ശേഷം കാണാം.